നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കോൾ മീ വിശാൽ. അതെങ്ങനെയാ സർ? അതാണ് എനിക്ക് കംഫർട്ട്. മറ്റുള്ളവരെന്നെ അങ്ങനെയാണ് വിളിക്കാറുള്ളത്. വെറുപ്പായിരിക്കും എന്നോട്. വെറുക്കട്ടെ. അങ്ങനെയെങ്കിലും വരുണിന്റെ തീരുമാനത്തിൽ നിന്ന് മാറട്ടെ. ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്. എന്തായി തമിഴ് പടത്തിന്റെ ഷൂട്ടൊക്കെ? അത് പാക്കപ്പായി. ഇനി അത് ജൂണിന് ശേഷം ഉണ്ടാവും. നമ്മുടെ ഡേറ്റിന് പ്രശ്നമാകുമോ? ഏയ്, ഇത് നമ്മൾ ഒറ്റയടിക്ക് അങ്ങ് തീർക്കുമല്ലേ. അതുകൊണ്ട് കുഴപ്പമില്ല. വിശാൽ, ഇത് വരുൺ, എന്റെ ക്ലോസ് ഫ്രണ്ടാ. ഹലോ, ഹായ്. രാധിക, വരൂ. ഇത് രാധിക, നമ്മുടെ പുതിയ ഹീറോയിനാ. വൗ, നൈസ്. സർ, എനിക്ക് ചില ഡയറക്ടേഴ്സിനോട് അസൂയാണ്. കാരണം എന്താണെന്നറിയോ? നിങ്ങളെങ്ങനെ കണ്ണിൽ ക്യാമറ ഫിറ്റ് ചെയ്ത് നടക്കുന്നത്? സ്ക്രിപ്റ്റ് ഞാൻ മുഴുവനായിട്ട് വായിച്ചാട്ടോ. ആ ക്യാരക്ടറിന് ഇതിനേക്കാൾ നല്ലൊരു സെലക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്താ പറയാ, ഈ ഗ്രാമത്തിന്റെ പച്ചപ്പ് നേരിട്ട് കണ്ടുപിടിക്കാന്നൊക്കെ പറയില്ലേ? രാധികേ, ഹീറോയുടെ കോംപ്ലിമെന്റ് കേട്ടില്ലേ നീ? പൂജയ്ക്ക് ഇനി സമയമുണ്ടല്ലോ സാർ. ഏയ്, നമ്മുടെ പ്രൊഡ്യൂസർ 5 മിനിറ്റ്സിനുള്ളിൽ എത്തും. അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ പൂജയിലേക്ക് കിടക്കാം. ഓക്കെ, തെൻ യാത്രയുടെ നല്ല ക്ഷീണമുണ്ട്. എനിക്കൊന്ന് ഇരിക്കാലോ? ഷുവർ. രാധിക, പ്ലീസ് കം. വരുൺ, നീ ഇരിക്ക, ഞാനിപ്പോ വരാം. ചെറിയൊരു മീറ്റിംഗ്. ആദി, 2 ചെയർ. ഇരിക്കും. ഇരിക്കടോ, ഇരിക്കേ. ആക്ച്വലി രാധിക എങ്ങനെ ഈ ഫീൽഡിലേക്ക്? ഓരോരുത്തർക്കും ഓരോ വഴിയുണ്ടാവുമല്ലോ, അതാ ഞാൻ ചോദിച്ചത്. അത് ഇന്ദ്രജിത് സാറിന്റെ ഡാൻസ് പ്രോഗ്രാം കണ്ടു, അങ്ങനെ സെലക്ട് ചെയ്തത്. ഓ, യു ആർ എ ഡാൻസർ. അതായിരിക്കും ഇത്ര ഷേപ്പായിരിക്കുന്നത്. എൻ്റെ അമ്മ തൃപ്പൂണിത്തറ RLVയിൽ ഭരതനാട്യം പഠിച്ചതാ. ഇപ്പൊ ചെയ്യുന്നില്ല കേട്ടോ. പക്ഷെ എവിടെ ഡാൻസ് പ്രോഗ്രാം ഉണ്ടെങ്കിലും അമ്മ അവിടെ ഉണ്ടാവും. ഒരാളെ മനസ്സിൽ പിടിച്ചു കഴിഞ്ഞാൽ മാസങ്ങളോളം സംസാരിക്കുകയും ചെയ്യും. ഷൂട്ടിങ്ങിനിടെ ഒരു ദിവസം ഞാൻ അമ്മയെ വിളിക്കാം, രാധികയെ പരിചയപ്പെടുത്തി തരാം. രാധിക എന്റെ പടങ്ങളൊക്കെ കാണാറുണ്ടോ? അതോ? ഞാൻ അങ്ങനെ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ശീലമില്ല. TV-യിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പൊതുവെ എല്ലാരെയും പോലെ സാറിന് ഞങ്ങൾക്കും ഇഷ്ടം. അടുത്ത ദിവസം മുതൽ നമ്മൾ ഒരുമിച്ച് അഭിനയിക്കാൻ പോവാം. അതും ഹീറോ ഹീറോയിൻ. പറ്റുമെങ്കിൽ ഈ സാറുവിളി നമുക്ക് ഒഴിവാക്കാം. കോൾ മീ വിശാൽ. അതെങ്ങനെയാ സർ? അതാണ് എനിക്ക് കംഫർട്ട്. മറ്റുള്ളവരെന്നെ അങ്ങനെയാണ് വിളിക്കാറുള്ളത്. വെറുപ്പായിരിക്കും എന്നോട്. വെറുക്കട്ടെ. അങ്ങനെയെങ്കിലും വരുണിന്റെ തീരുമാനത്തിൽ നിന്ന് മാറട്ടെ. അതെ, കൺമുന്നിൽ ഒരാളിരുന്നിട്ട് താനെങ്ങോട്ട് പെട്ടെന്ന് പോയേ? അത് ഒന്നുമില്ല സർ, ഈ അന്തരീക്ഷമൊന്നും അങ്ങനെ പരിചയമില്ലാത്തോണ്ടാ. അതൊന്നും കുഴപ്പമില്ലടോ. ഷൂട്ടിംഗ് തുടങ്ങി 1-2 ദിവസത്തിനുള്ളിൽ നമ്മളൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കൂലേ? ഓ, ഒരു മിനിറ്റ്. ഹലോ സാർ.
കൃഷ്ണ, ഒരാൾക്ക് വേണ്ടി മറ്റൊരാളോട് അനീതി കാണിക്കുന്നത് ശരിയാണോ? കുഞ്ഞുനാള് മുതൽ ഞാനും ഭഗവാനെ പൂജിക്കുന്നല്ലേ, എന്നിട്ട് എന്റെ നേട്ടങ്ങൾ തട്ടിയെടുക്കാൻ ചേച്ചി അനുവദിക്കുന്നത് എങ്ങനെയാ? എനിക്ക് ഭഗവാന്റെ മുന്നിൽ മാത്രമേ സങ്കടം പറയാനുള്ളൂ. ഞാൻ ആഗ്രഹിച്ച സിനിമയുടെ ഷൂട്ടിംഗ് മറ്റൊരാളെ വെച്ച് നടക്കരുത്. ആ സിനിമ മുടങ്ങണം. ചെയ്ത തെറ്റിന്റെ കാഠിന്യം ചേച്ചിക്ക് മനസ്സിലാവണം. ഞാനും ഭഗവാന്റെ മുന്നിൽ വ്രതം ഇരിക്കാൻ തന്നെയാ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സിനിമ മുടങ്ങണം ഭഗവാനെ. ഇന്നത്തെ പൂജയിൽ തന്നെ അതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു കൊടുക്കണം. അയ്യോ അമ്മേ, അമ്മേ, അയ്യോ അയ്യോ അമ്മേ, മോളെ, അയ്യോ മോളെ, മോളെ, മോളെ പ്രിയങ്ക, അയ്യോ പ്രിയങ്ക, ആ ഷോള ദൂരെ പെട്ടെന്ന് ടീഷർട്ട് കഴിച്ച് വേഗം. ഈശ്വരാ, എന്തേലും പറ്റുമോ മോളെ? കാല് ചെറുതായിട്ടൊന്ന് പൊള്ളി. ഞാൻ പ്രാർത്ഥിച്ചിട്ട് തിരിയുമ്പോ വിളക്കിന്ന് തീ പിടിക്കുകയായിരുന്നു. കണ്ടോ അമ്മേ, അപശകനം കണ്ടോ? ഭഗവാൻ പോലും പൊറുക്കില്ലെന്നാ ഇതിന്റെയൊക്കെ അർത്ഥം. അതിന്റെ അർത്ഥം അങ്ങനെയല്ലല്ലോ കൽപ്പനെ. ഭഗവാന് പോലും നിരക്കാത്ത എന്തെങ്കിലും കാര്യങ്ങള് പ്രിയങ്ക പറഞ്ഞു കാണും. അതിനുള്ള ശിക്ഷ തത്സമയം കൊടുത്തും കാണും. അത്രേ ഉള്ളൂ. കേട്ടോ അമ്മ, ഈ സമയത്ത് പോലും മുത്തശ്ശി എന്നെ കുറ്റപ്പെടുത്തുക. ഇതാ ഞാൻ പറഞ്ഞത്, പൊള്ളലേൽക്കല്ല. ഞാൻ ഇവിടെ കിടന്ന് കത്തി തീർന്ന പോലും എന്നെ കുറിച്ച് ഇവിടെ ആരും ചോദിക്കുക പോലും ഇല്ല. ആദ്യം നല്ല മനസ്സ് വേണം. നമ്മൾ നന്നാവാൻ പ്രാർത്ഥിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. മറ്റുള്ളവരെ നശിക്കാൻ പ്രാർത്ഥിക്കുമ്പോഴാ നമ്മളും ചീത്തയാവുന്നത്. അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്തിനാ ഈ കുട്ടി ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? ഇവളാ കണിമംഗലത്തെ മരുമകൾ. ഇവൾക്ക് വേണ്ടിയാ നമ്മൾ സംസാരിക്കേണ്ടത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.